നമ്മളിവിടെ പോണ എന്തിനാ? അരി വാങ്ങാൻ ഓണ സെലിബ്രേഷന് മട്ടേരി വാങ്ങണം. മട്ട റൈസ് വാങ്ങാൻ നമ്മൾ ഇന്ത്യൻ സ്റ്റോറിലാണ് പോയത്. നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ഉണ്ടായിരുന്നു പെരിയാറിൻ്റെ റൈസ് വാങ്ങുന്നത്. പെരിയാറിൻ്റെ റൈസ് ആകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് റൈസാണെന്ന് കേട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ പള്ളിയിൽ ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ പോയ കടയില്ല, അതുകൊണ്ട് വേറൊരു കടയിൽ പോയി അവിടുന്ന് പെരിയാറിൻ്റെ റൈസ് വാങ്ങിച്ച് നമ്മൾ അവിടെ ബില്ലൊക്കെ ചെയ്ത് ഇറങ്ങി. അപ്പം ഏറ്റവും നല്ല അടിപൊളിയായിട്ട് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കണമെന്നാണ് ലക്ഷ്യം. സോ അതിന് ശേഷം അടുത്ത ലക്ഷ്യം നമ്മൾ ഗെയിം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗെയിമിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് വാങ്ങണം. സോ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി എവിടെ പോകും എന്നുള്ള രീതിയിൽ നടക്കണം. അപ്പോൾ ഈ ചേച്ചിയുടെ തലയിരിക്കുന്ന ക്രൗൺ ഉണ്ട്, ഇതൊക്കെ വാങ്ങണം. ക്രൗൺ അല്ലാതെ കുറച്ച് സ്റ്റാറൊക്കെ വാങ്ങണം, മീൻസ് ട്രോഫി പോലെ എന്തെങ്കിലും വാങ്ങണം. അതിന് വേണ്ടി ആലോചിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു ടെടിയുണ്ട്. അപ്പോൾ ഇവിടെ പോയപ്പോൾ ആക്ച്വലി ഞാൻ ഈ ക്രൗണിന് വരെ ആദ്യം ആ തല വെച്ച സാധനമാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ച് തൊപ്പി കൊടുത്താലും പിന്നെ വിചാരിച്ച് വേണ്ടേ, തൊപ്പിയൊക്കെ ചെറുതാണ്, ഇതൊന്നും ശരിയാവില്ല, യൂസല്ല. പിന്നെ ഞങ്ങൾ വേറൊരു കടയിൽ പോയി ഇപ്പോൾ ഈ വെച്ച സ്റ്റാർ കണ്ടു. അതുപോലത്തെ ചെറിയ ചെറിയ ഗിഫ്റ്റ്സൊക്കെ വാങ്ങിച്ചു, എല്ലാം പാക്കൊക്കെ ചെയ്തു. പിന്നെ പിറ്റേന്ന് രാവിലെ സൺഡേ, ഇന്ന് രാവിലെ. സോ രാവിലെ എണീച്ചു, ഇന്നലെ സെറ്റ് ചെയ്ത സാരിയൊക്കെ കൊടുത്തു, നല്ല സെറ്റപ്പായി. നമ്മളെല്ലായിടത്തും നേരത്തെ ചെല്ലുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ കുഴപ്പമില്ലല്ലോ. സോ ഇന്നൊരു ഗുഡ് ഹെയർ ഡേ ആയിരുന്നു. ഇങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടാണ് പോയത്. എനിക്ക് ടോട്ടലി ഇഷ്ടപ്പെട്ടു. സോ ബസ്സിൽ വെട്ടമില്ലായിരുന്നു ഗാസ്. അതിന് ശേഷം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചർച്ച് നിൽക്കുന്നത് ഭയങ്കര ഇച്ചിരി ഉള്ളിലാണ്, പുറത്താണ്. അങ്ങനെ അവിടെ ചെന്നു. അവിടെ ഓൾറെഡി മാസം നടക്കുമായിരുന്നു. മാസം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ വിചാരിച്ചു കുറച്ച് മിനിക്ക് പരിപാടികളൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ നമ്മൾ തന്നെയാണ് എല്ലാവരും അവനവും കുറച്ച് ഫുഡൊക്കെ കുക്ക് ചെയ്തുകൊണ്ട് വരുവും, അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങൾ കൊണ്ടുവരുമൊക്കെ ആയിരുന്നു ചെയ്തത്. നമ്മൾ തന്നെ അവിടെ വെച്ച് ചൂടാക്കുകയൊക്കെ ആയിരുന്നു. നമ്മൾ ചെയ്തെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോറ് വെച്ചു, അവിടെ കൊണ്ടുപോയി റൈസൊക്കെ വാങ്ങിച്ചല്ലോ. സോ നമ്മൾ അവിടെ പോയി ചോറ് വെച്ചു. പിന്നെ ബനാന ലീഫെല്ലാം കൊണ്ടുപോയി. ഈ ലീഫ് നമ്മൾ നാട്ടിൽ നിന്ന് ഒരു ചേച്ചിയുടെ ചേട്ടൻ വന്നപ്പോൾ ഞങ്ങൾ പ്രത്യേകം ചേട്ടാ ഇത് കൊണ്ടുവരണേന്ന് പറഞ്ഞ് കൊണ്ടുവരുത്തിച്ചതാണ്. സോ അതും നല്ലതായിരുന്നു. അപ്പോൾ ഒരു വഴിയിൽ ഫുഡ് കഴിച്ചൊരു ഫീലൊക്കെ ഉണ്ടല്ലോ, അത് വെരി നൈസായിരുന്നു. സോ നമ്മളെല്ലാം തന്നെയായിരുന്നു വിളമ്പുന്നത്, നമ്മൾ തന്നെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. സോ അതിലാണല്ലോ ഒരു സന്തോഷം ഇരിക്കുന്നത്. നമ്മൾ ഒന്നും അങ്ങോട്ട് പൈസയോ അങ്ങനെയൊന്നുമില്ല, നമ്മൾ തന്നെ എല്ലാവരും ഫുഡൊക്കെ കുക്ക് ചെയ്തു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മുടെ കൈ കൊണ്ട് ചെയ്തു, നമ്മൾ തന്നെ കൊണ്ടുവന്നു. സോ ഇത് ഞാൻ കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു ഗൈസ്. നമ്മൾ ഇട്ടോളൂ ചോറിട്ടോളൂ, ആവശ്യത്തിന് ഇട്ടോളൂ. അപ്പോൾ അമ്മമാർ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ വ്ളോഗിലെല്ലാം വരത്തില്ലല്ലോ അല്ലേ? ഇല്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. സോ നമ്മൾ കഴിക്കാതിരിക്കുന്നു. ഞാൻ കെസി ചേച്ചിയുടെ കൂടെയാണ് ഇരുന്നത്. ഞങ്ങളുടെ പള്ളി ട്രഷറിയുടെ സിസ്റ്ററാണ്. അങ്ങനെ ഞാൻ പിന്നെ കുറേ കുട്ടിപ്പട്ടളങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഇവരുടെയൊക്കെ കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇതായിരുന്നു നമ്മുടെ സദ്യയുടെ ഒരു സാരാംശം. ഇത് കൂടാതെ സാമ്പാറും മോരും ഒക്കെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ അച്ഛൻ. സോ അച്ഛനാണ് എല്ലാവരോടും സംസാരിക്കുകയും ഒക്കെ ആയിരുന്നു. ആദ്യത്തെ ട്രിപ്പിന് നമ്മൾ കുറച്ച് പേരിരുന്നു, ബാക്കി പിന്നെ രണ്ടാമത്തെ ട്രിപ്പിന് കഴിക്കാത്തവരെല്ലാവരും ഇരുന്നു കഴിക്കുമായിരുന്നു. ഇതെന്താണ് എഡിറ്റിങ്ങിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. സോ വളരെ നല്ല ഫുഡായിരുന്നു. ഏറ്റവും അടിപൊളി അതിൻ്റെ അകത്ത് ഇഞ്ചിക്കറിയായിരുന്നു. അത് ഭയങ്കര ടേസ്റ്റായിരുന്നു ഇഞ്ചിക്കറി. പായസവും വാസ് നൈസ് ഓൾസോ. പിന്നെ നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി. ഇച്ചിരി മഴ വരും, ഇരുട്ടാകുമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ആദ്യം നമുക്ക് ഫോട്ടോ എടുക്കാം, എന്നിട്ട് നമുക്ക് സെക്കൻഡ് ട്രിപ്പ് കഴിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. പുറത്തുനിന്നൊക്കെ ഗസ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ വിളമ്പുന്നു. ഞാനാണ് ഏറ്റവും ചെറിയ ഇഞ്ചിക്കറിയാണ് എനിക്കിഷ്ടപ്പെട്ടത്. സോ ഞാൻ അത് തന്നെ എടുത്തുകൊണ്ട് വരുന്ന വിളമ്പുവാണ്. നേരത്തെ വിളമ്പി തന്നവരാണ് ഇപ്പോൾ കഴിക്കാതിരിക്കുന്നത്, അവർക്കൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അവരെല്ലാം പാവം എല്ലാവരും ഇരുന്ന് കഴിക്കുവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാ ആഹാരവും തികഞ്ഞ്, അത് തന്നെ വലിയൊരു കാര്യം. സോ ഞാൻ അത് കഴിഞ്ഞ് നമ്മൾ ഗെയിംസ് എല്ലാം കഴിച്ചു. ഗെയിം കോർഡിനേറ്റ് ചെയ്തതെല്ലാം നമ്മളെല്ലാവരും തന്നെയാണ്. എന്നിട്ട് നമ്മൾ പിള്ളേരോട് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെ കളിക്കണം, അങ്ങനെ കളിക്കണം, അങ്ങോട്ട് ഓടണം, ഇങ്ങോട്ട് ഓടണം എന്നൊക്കെ. സോ പിള്ളേരെല്ലാം ഉള്ളതുകൊണ്ട് രസമായിരുന്നു. അങ്ങനെ കളിച്ചു. അതിനുശേഷം പിള്ളേരുടെ ഗെയിം ഉണ്ടാകുന്നത്, വലിയവരുടെ ഗെയിമിൽ ഞാൻ ഓടുന്ന കണ്ടില്ലേ. ഞാനാണ് ഇപ്പോൾ പൊട്ടുമെന്നൊരു അർത്ഥത്തിൽ ഓടുവായിരുന്നു. പക്ഷേ കുറച്ച് നേരം വരെ നിന്നു, അത് കഴിഞ്ഞിട്ടാണ് പൊട്ടിപ്പോയത്. അവസാനം കെസിച്ചായിരുന്നു ജയിച്ചത്. ഇതിനകത്ത് കാണാൻ പറ്റുമോ എന്തോ അറിയില്ല.
ഇതൊക്കെ ഒരു മെമ്മറീസ്, അതിന് വേണ്ടി മാത്രം ഷൂട്ട് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഇതില്ല എന്നോ അല്ലെങ്കിൽ ഇത് വേറൊരാൾ കാണണം വേണ്ടിയല്ല. സോ ചേച്ചിയാണ് ജയിച്ചത്. അതിനുശേഷം ബോയ്സിൻ്റെ മത്സരം ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ഓൾസോ ഫൺ. അച്ഛനാണെങ്കിൽ ഇങ്ങനെ ഓടാതെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓടാതെ അച്ഛന് മണി അടിക്കുന്നത് നിർത്തത്തില്ല. ആദ്യം നമ്മൾ പാട്ടാണ് ഇട്ട, പക്ഷെ അത്ര കേൾക്കുന്നില്ല, അത് സ്പീക്കർ ഇത്ര സൗണ്ടില്ല, ലൗഡല്ലായിരുന്നു. പിന്നെ നമ്മൾ നോർമലി മണി തന്നെ അടിച്ചു. എന്നിട്ട് അങ്ങനെ അവരുടെ പരിപാടിയൊക്കെ നടന്നു. അതിലാരായിരുന്നു ജയിച്ചത്? ലിബിൻ എങ്ങാണ്ടായിരുന്നു ജയിച്ചത്. മീൻസ് ഞാൻ ഈ പേര് കണ്ടും വലിയ കാര്യമൊന്നുമില്ല, ഈ വ്ളോഗ് കാണുന്നു മിക്കവർക്കും പറയാമെന്ന് അറിയില്ല. എന്നിരുന്നാലും ഞാൻ മറന്നു പോകാതിരിക്കാൻ ഞാൻ എന്തെങ്കിലും ഈ വീഡിയോ ഒക്കെ എടുത്ത് കാണുവാണെങ്കിൽ ഞാൻ തന്നെ ഓർക്കാൻ വേണ്ടി ഇങ്ങനെ ഇടുന്നതാണ്. സോ നിങ്ങളുടെ ചർച്ചിലൊക്കെ, നാട്ടിൽ വെച്ച് എൻ്റെ പള്ളിയിൽ ഇത്ര അടിപൊളിയായിട്ടൊന്നും ഓണം ആഘോഷിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ചർച്ചിൻ്റെ വകയൊക്കെ ഇത്രയും അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കുന്നത്. ഈ കളിക്ക് ശേഷം പിന്നെ നമ്മൾ ശ്രീമാനെ തിരഞ്ഞെടുക്കുമായിരുന്നു. ശ്രീമാനെ കുറിച്ച് തന്നെ ഇൻട്രൊഡ്യൂസ് എല്ലാം ചെയ്യുമായിരുന്നു. സോ അത് നല്ലതായിരുന്നു. അതിനുശേഷം മലയാളി മങ്കി ഉണ്ടായിരുന്നു. മലയാളി മങ്കിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത് ആ തിരക്കിലായിപ്പോയി. അതിനുശേഷം അതുമായിരുന്നു, അതും ലിബിൻ തന്നെയായിരുന്നു ജയിച്ചത്. ലിബിൻ ഭയങ്കര അക്ഷരസ്ഫുടതയോടെ അടിപൊളിയായിട്ടൊക്കെയാണ് പറഞ്ഞത്. അടിപൊളിയായി. ഹലോ ഗൈസ്, നമ്മുടെ വ്ളോഗ് അവസാനിച്ചിരിക്കുന്നു.